അഡ്വക്കേറ്റ് ബലദേവ്, ഈ 100 മീറ്റർ ഇടവിട്ട് പോലീസ് വാഹന വ്യൂഹം കൂടാതെയാണ്. കടകളിൽ ആർക്കും നിൽക്കാൻ പാടില്ല, മുഖ്യമന്ത്രി പോകുന്ന വഴി നീളെ വാഹനം ഒതുക്കിയിടാൻ പാടില്ല, കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല, ഈ പൊരി വെയിലത്ത് കറുത്ത കുട പിടിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അതിഥി തൊഴിലാളികളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കറുത്ത ഉടുപ്പിട്ട ഒരു അതിഥി തൊഴിലാളിയെ ഇറക്കി വിടുന്നു. കടയിൽ നിന്ന് ചായ കുടിച്ചിരുന്നവരെ പുറത്തേക്കിടുന്നു. കറുത്ത ഓട്ടോറിക്ഷകൾ പോലും ആ പ്രദേശത്ത് പാടില്ല എന്ന് പോലീസ് തീരുമാനിക്കുന്നു. ഇത്രയേറെ സുരക്ഷയുടെ സാഹചര്യമുണ്ടോ നമ്മുടെ കേരളത്തിൽ? അമിതമായ സെക്യൂരിറ്റിയും അതുവഴി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരമാവധി കുറയ്ക്കാൻ ഏതൊരു ഗവൺമെന്റും ശ്രമിക്കേണ്ടതാണ്, ഭരണാധികാരികളും ശ്രമിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം പറയുന്നതിന് മുമ്പാണ് മൊത്തത്തിൽ ഇതിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ കാര്യങ്ങളൊന്ന് വിലയിരുത്തണം. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് അവിടുന്ന് തുടങ്ങാം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 37 വർഷം, ഏതാണ്ട് 84 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും VIP-കളുടെയും എല്ലാം സെക്യൂരിറ്റി നിയമിക്കുന്നത് ഡൽഹി പോലീസ് ആയിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഡൽഹി പോലീസ്. ഇന്ന് കാണുന്ന സെക്യൂരിറ്റികളൊന്നുമില്ലായിരുന്നു. ഡൽഹിയിലൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുമായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി വർഷങ്ങൾ കഴിഞ്ഞ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് വീണു ഡൽഹിയിൽ തന്നെ. അതാണ് 1984. അതിനുശേഷമാണ് SPG ഒരു സ്പെഷ്യൽ ആക്ട് വരികയും പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിലെ മന്ത്രിമാർക്കും എല്ലാവർക്കും സ്പെഷ്യൽ സുരക്ഷ. അത് SPG പ്രധാനമന്ത്രിക്ക് മാത്രമേ ഇപ്പോൾ. ആ SPG മുതൽ ഇങ്ങോട്ട് Z+ തുടങ്ങി X വരെ വന്ന് നിൽക്കുന്ന കാറ്റഗറികളുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കേണ്ട വ്യക്തികളാണ്. 1.62 കോടി രൂപയാണ് ഒരു ദിവസം നമുക്ക് ചെലവാകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി. അത് കഴിഞ്ഞാൽ Z+ സെക്യൂരിറ്റി, നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് Z+ സെക്യൂരിറ്റി ഇല്ല. Z+ എന്ന് പറഞ്ഞാൽ SPG കഴിഞ്ഞ തൊട്ടടുത്ത സെക്യൂരിറ്റിയാണ് കേന്ദ്രത്തിലെ CRPF, CISF, ITBP തുടങ്ങിയവരുടെ 150 പേരുടെ സെക്യൂരിറ്റി. അത് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്കുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് Z+ സെക്യൂരിറ്റി ഉണ്ട്. സൽമാൻ ഖാൻ ഉണ്ട്, മുകേഷ് അംബാനിക്കുണ്ട്. എന്തിന് ഇപ്പൊ നിയമിതനായ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന് പശ്ചിമ ബംഗാളിൽ സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് Z+. പിന്നെ കേരളത്തിലേക്ക് വന്നാൽ Y കാറ്റഗറി സെക്യൂരിറ്റി ഒരു സമുദായ നേതാവിനുണ്ട്, 11 CISF. അത് പേരൊന്നും ഞാൻ പറയുന്നു. അപ്പൊ ഇതിന്റെ ആവശ്യം അദ്ദേഹത്തിനും ഇല്ല. അപ്പൊ കേരളത്തില് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാരണം, 2000 ശരിയാണ് ശ്രീ ശ്രീകുമാർ സാർ പറഞ്ഞു, കേരളത്തിലൊന്നും ഇവിടെ വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങളോ ശ്രീ K കരുണാകരന്റെ കാലഘട്ടത്തിലോ അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലൊന്നും ഇത്രയും വലിയ സെക്യൂരിറ്റി പ്രോബ്ലം ഇല്ലായിരുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോഴും നമ്മൾ ഈ കാണുന്ന സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഫോഴ്സസിന്റെ എണ്ണം കൂട്ടിയതും വാഹനങ്ങളുടെ നിലകളൊക്കെ മാറ്റിയൊക്കെ വന്നത്, ഒന്ന് നമുക്കറിയാം, ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ആരോപണം ചെല്ലുകയും അതിനെ തുടർന്ന് വഴിയിൽ അദ്ദേഹത്തെയും മറ്റു മന്ത്രിമാരെയൊക്കെ തടയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആദ്യമായിട്ട് സെക്യൂരിറ്റി ഉയർത്തി. ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അദ്ദേഹം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, നമ്മൾ പരമാവധി സെക്യൂരിറ്റി ഒഴിവാക്കി ജനങ്ങൾക്ക് ഒരിക്കലും ശല്യം ഉണ്ടാക്കാതിരിക്കേണ്ടവരായിരിക്കണം ഭരണാധികാരി. പക്ഷെ അവരെ ആ തലത്തിലേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. തീർച്ചയായിട്ടും പല ഭാഗങ്ങളിൽ നിന്നും മന്ത്രിമാർക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ മറ്റു മന്ത്രിമാർക്കെതിരെയോ ഒക്കെ ചിലപ്പോൾ ജീവൻ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടാകുമ്പോൾ അത് അവരുടെ ഒരു ഭാഗമാണ്. ആ ഭാഗമായിട്ട് അവർ വളരെ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ സെക്യൂരിറ്റിയുടെ ഫലമായിട്ട് ഈ നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് MP മാത്രമാണ് ഇപ്പോൾ, ശരി തന്നെ. പക്ഷേ കാലാകാലങ്ങളായി വലിയ സുരക്ഷാ നടുവിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി കേരളത്തിലുടനീളം 10,000-ങ്ങൾക്ക് നടുവിലൂടെ നടക്കുകയായിരുന്നല്ലോ. അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും എത്ര സുരക്ഷ ആര് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നല്ലോ. കശ്മീരിലെത്തിയപ്പോൾ സുരക്ഷ പിൻവലിച്ചുവെന്ന ആരോപണം ഉണ്ടായിരുന്നുവല്ലോ. ആ മനുഷ്യൻ നടന്നു നീങ്ങിയത് അങ്ങ് മറന്നു. കേരളത്തിലൂടെയല്ലേ പോയത്. ഇവിടെ ഏറ്റവും വലിയ പാർട്ടി സംവിധാനമുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇത്രയും അധികമാകുമ്പോഴാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ കാര്യമായാലും അദ്ദേഹത്തിനും കേന്ദ്ര ഗവൺമെന്റ് തന്നെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് വലിയ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഇല്ലാതെ പോകുന്ന അദ്ദേഹത്തിനും ഒരു ശീലമായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി മരിച്ചതും
അത്ര വലിയ സെക്യൂരിറ്റി വേണ്ട, ഉള്ള സെക്യൂരിറ്റിക്കാരെ അമിതമായി വിശ്വസിച്ചുകൊണ്ടാണ് സ്വന്തം ശരി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുതരാം.